പട്ടികജാതി വികസന വകുപ്പിൽ നിന്നും ഓട്ടോറിക്ഷ വാങ്ങാനെടുത്ത വായ്പയുടെ പലിശ തിരിച്ചടയ്ക്കാൻ സാധിക്കാതെ വന്നതോടെയാണ് പുത്തൻകുരിശ് സ്വദേശി തങ്കച്ചന്റെ വീട് SBT ജപ്തി ചെയ്തത്. ഈ സംഭവം മീഡിയ വണ്ണിലൂടെ പുറംലോകം അറിഞ്ഞതോടെയാണ് സോണൽ മാനേജർ ഇടപെട്ട് തങ്കച്ചനും കുടുംബത്തിനും ജപ്തി ചെയ്ത വീട് തിരികെ നൽകിയത്. പലിശയിനത്തിൽ ബാങ്കിന് ലഭിക്കാനുള്ള തുക 24 തവണയായി തിരിച്ചടയ്ക്കാനും സാവകാശം ബാങ്ക് നൽകിയിട്ടുണ്ട്. ഫസ്റ്റ് 24 ഗഡുക്കളായിട്ട് അടയ്ക്കാൻ പറഞ്ഞു. 1,07,000 രൂപ. അത് ഫസ്റ്റ് ഗഡുവിൽ നിന്ന് അടച്ച് എഗ്രിമെന്റ് വെക്കണമെന്ന്. അതേസമയം മീഡിയ വണ്ണിന്റെ മുൻപിൽ വെച്ച വീടിന്റെ താക്കോൽ തിരികെ നൽകാൻ ബാങ്ക് മാനേജർ തയ്യാറാകാതിരുന്നത് പ്രതിഷേധത്തിനുമിടയാക്കി. തുടർന്ന് സർഫാസി വിരുദ്ധ സമരസമിതി വീടിന്റെ പൂട്ടുപൊളിച്ചാണ് തങ്കച്ചനെയും കുടുംബത്തെയും വീട്ടിൽ പ്രവേശിപ്പിച്ചത്. മീഡിയകളുണ്ടെങ്കിൽ ഞാനിത് തരാൻ തയ്യാറല്ല എന്നുള്ള തനി സവർണ മാടമ്പികളെ പോലെ വട്ടിപ്പലിശക്കാരേക്കാൾ ഭീകരമായിട്ടാണ് ഇന്ന് ബാങ്കുകൾ പെരുമാറുന്നതെന്ന് വളരെ കൃത്യമായി തെളിയിച്ചുകൊണ്ട് അത് തരാൻ വിസമ്മതിക്കുകയും ദുർവാശി പിടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. തങ്കച്ചന്റെയും കുടുംബത്തിന്റെയും വായ്പ പൂർണ്ണമായും എഴുതിത്തള്ളാൻ സർക്കാരും തയ്യാറാകണമെന്നാണ് സർഫാസി വിരുദ്ധ സമരസമിതി ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. ടോമി ജോൺസൺ, മീഡിയ വൺ, കൊച്ചി.